ചന്ദനമഴ എന്ന സീരിയലിലൂടെ എല്ലാ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നമ്മുടെ സ്വന്തം മേഘനയാണ്. ഹായ്. ഞാനൊക്കെ കട്ട ഫാനായിരുന്നു കേട്ടോ. ഒന്ന് കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. നേരിട്ട് കണ്ടതിലൊക്കെ ഒത്തിരി സന്തോഷം. അന്ന് ആ സീരിയലിൽ തുടക്കം കുറിക്കുന്ന സമയത്ത് ചിന്തിച്ചിരുന്നോ ഇത്രയും ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുമെന്ന്? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്രയും അത്രയും വലിയ ഹിറ്റ് ആകുന്നോ, അതിൽ കൂടുതൽ ഹിറ്റ് ആവണേക്കാട്ടൊക്കെ കൂടുതലുണ്ടല്ലോ. ഒരുപാട് അമ്മമാരുടെയും ഒരുപാട് ഫാമിലീസിന്റെ ഒക്കെ സ്നേഹം എനിക്ക് പിടിച്ചു. അങ്ങനെ ഒരു മോളെ ഞങ്ങളുടെ വീട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു. ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ എന്നെ നേരിട്ട് കാണുമ്പോ അവരുടെ സ്വന്തം വീട്ടിലെ കുട്ടീനെ ഇപ്പൊ എവിടെയെങ്കിലും പഠിക്കാൻ വിട്ട് തിരിച്ചു വരുമ്പോ മോളെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു വരവേൽപ്പില്ലേ, അതുപോലെ എന്നെ വിളിക്കുക, അതുപോലെ എന്നെ സണ്ണോട് സംസാരിക്കുക. അത് ആക്ച്വലി ഞാൻ പറയാ ഞാൻ സമ്പാദിച്ചതെന്ന് ഞാൻ പറയും. അത് വലിയൊരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. പൈസയേക്കാൾ ഉപരി ഒരു മറ്റുള്ള സ്നേഹം കിട്ടുമെന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. അതെ, പൈസ അതൊന്നും അല്ല. മറ്റുള്ള അവരുടെ ആ ഒരു സ്നേഹം എന്നെ വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് വിളിക്കുന്ന ഒരു വിളിയാണ് അത്, മോളേന്ന് വിളിക്കുന്നത്. ആ വിളി എന്നും സ്നേഹത്തോടെ കാണും. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷം ഹൃദയത്തിന്റെ ഷൂട്ടിങ്ങിനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മീറ്റിംഗ് വന്നു, എല്ലാവരെയും ഒന്ന് കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് ഒരു സീരിയൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോ. കാരണം ഒരു പെട്ടെന്ന് 1 മാസം 2 മാസം കൊണ്ട് തീരുന്ന ഒരു ഇതല്ലല്ലോ സീരിയൽ എന്ന് പറയുന്നത്. മിനിമം ഒരു 3 കൊല്ലെങ്കിലും പോകുമ്പോഴത്തേനും നമ്മൾ ഫാമിലിയായി മാറും. അത് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു ദിവസം അത് നിന്ന് പോയി കഴിയുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെ നമുക്ക് പിന്നീട് കാണാൻ കിട്ടുന്നില്ലല്ലോ. ഓരോരുത്തർ ഓരോ തിരക്കിലായി പോകും. പിന്നെ ഇങ്ങനെയുള്ള മീറ്റിങ്ങിലൊക്കെയാണ് എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റുന്നത്. എന്താണ് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ എനിക്കെന്നുള്ള പോലെ തന്നെ എല്ലാവർക്കും എനിക്കും വേണം, ഞങ്ങളെല്ലാവർക്കും വേണം. നിങ്ങളാണ് ഞങ്ങളുടെ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ വിജയം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം. 100 പേര് 200 പേര് പല ഡ്രസ്സിൽ വന്നിട്ടുണ്ടെങ്കിലും നല്ല ചിൽ വൈബായിട്ട് മച്ചാൻ സ്റ്റൈലിൽ വന്ന ഒരൊറ്റ വ്യക്തി അമൃതേനാ. എത്ര വർഷമായിട്ടുള്ള ബന്ധമുണ്ട് ആത്മീയമായിട്ട്? ഇല്ല, ഞാൻ റീസെന്റ് ഒരു 3 വർഷമായിട്ടുള്ളൂ ഞാൻ മെമ്പറായിട്ട്. ഞാൻ സീരിയലിലേക്ക് തന്നെ ഇപ്പോഴാണ് വന്നേ. ഒരു 4 years തന്നെ ആയിട്ടുള്ളൂ. പുതിയ സീരിയൽ വിശേഷങ്ങൾ എന്താണ്? പുതിയ സീരിയൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർവതി. അതിൽ നെഗറ്റീവ് റോൾ ജാസ്മിൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കലിപ്പത്തിയാ സീരിയൽ. റിയൽ ലൈഫിൽ പാവാണ്. അത്രയ്ക്ക് പാവാണോ? ഭയങ്കര പാവാണ്. നോക്കണ്ട, പക്ഷെ ഞാൻ ഭയങ്കര പാവാണ്. ചില്ലാണ്, വൈബിംഗ് ആണ്, പൊളിയാണ്. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? തോന്നി താങ്കൾ ഇതുപോലുള്ള ചോദിക്കുമെന്ന്. അല്ല, ഇത് ഉള്ളത് ചോദിച്ചതാ. എന്താണ് കാരണം? മറ്റുള്ള ആളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ഡ്രസ്സിങ്ങിലാണെങ്കിലും. അത് ഞാൻ ആക്ച്വലി എനിക്ക് കൊറിയൻ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും അതാണ് ഫോളോ ചെയ്യുക. ഈ ടിപ്പിക്കൽ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ സീരിയൽ ഓൾറെഡി ഈ ടിപ്പിക്കൽ സാധനങ്ങൾ പിടിച്ച് പിന്നെ റിയൽ ലൈഫിൽ പിന്നെ അതന്നെ പിടിക്കാൻ എനിക്കൊരു മടി. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെവൽ ഓൾറെഡി സീരിയലിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നേരിട്ട് കൊണ്ട് വ്യത്യസ്തരായിട്ടിരിക്കണം. അതാണ് ആർക്കും മനസ്സിലാവരുത് ഞാനാണ്. അപ്പോൾ മച്ചാനെ എല്ലാവിധ ആശംസകളും അടിച്ചു കയറി വാ. നമസ്കാരം. ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് ഡോക്ടർ ദിവ്യ. ഞാൻ സീരിയൽ സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ബ്രേക്കാണ്, കാരണം ഞാൻ ഡോക്ടറുടെയാണ്. ഇപ്പൊ എനിക്ക് കവടിയാർ ഒരു ക്ലിനിക് ഉണ്ട്. അഭിനയം മാത്രമല്ല, ഡോക്ടറും കൂടിയാണ്. ഡോക്ടറാണ്, യൂട്യൂബറാണ്. എനിക്കൊരു ചാനലുണ്ട്, ഡോക്ടർ ദിവ്യ നായർ എന്ന് പറഞ്ഞിട്ട്. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷം നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇതായിട്ട് വന്നിരിക്കുകയാണല്ലോ, ആത്മയുടെ ഇത്. അവരെ കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ നമ്മുടെ ക്ലിനിക്കിൽ പുതിയ ലേസറും അങ്ങനത്തെ കുറച്ച് ന്യൂ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും കടന്നു വരുവാ അല്ലേ? അതെ, എല്ലാവരും വരിക. എത്ര വർഷമായിട്ട് ആത്മീയമായിട്ടൊരു ബന്ധമുണ്ട്? ആത്മീയമായിട്ട് കഴിഞ്ഞൊരു 10-12 വർഷമായിട്ടുള്ള ബന്ധമുണ്ട്. ഇനി മുന്നോട്ടുള്ള സ്വപ്നങ്ങളും കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ ക്ലിനിക്കിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം അത് ചെയ്യുക. പിന്നെ ആൾക്കാരുമായിട്ട് ഈ പറഞ്ഞതുപോലെ യൂട്യൂബ് വഴി കുറച്ച് ഇന്ററാക്ഷൻ അങ്ങനെയൊക്കെ. അതൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ കാണാറുണ്ട്. താങ്ക് യു ചേച്ചി. നമസ്കാരം. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. പുതിയ സീരിയലുകളൊക്കെ? മഴവില് കഥാനായിക എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നു. നമ്മുടെ സ്വന്തം കഥാനായിക. എന്ത് റോളാണ് ചെയ്യുന്നത്? നെഗറ്റീവ് റോളാണ്. ശരിക്കും റിയൽ ലൈഫിൽ നെഗറ്റീവ്. എന്താണ് ആത്മയെ പറ്റി പറയാം? അല്ലെ, ആത്മയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ആത്മയില് മെമ്പറാണ്. നമ്മുടെ ഒരു സംഘടന. അപ്പൊ നമ്മൾ ചെറിയൊരു ടാസ്ക് കൊടുക്കണം, ഔട്ട്ഫിറ്റ് ബർത്ത്. ആദ്യം നമുക്ക് വാച്ചിൽ നിന്ന് തുടങ്ങാം. ബാക്കിയുള്ളവരോട് ചോദിക്കണ്ട, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഉറപ്പായിട്ടും വിശ്വസിക്കും. അതെ, പറഞ്ഞു. വാച്ച് 1 ലക്ഷം. ഇത് മറ്റേ ചുംബകിന്റെ
3500. ഇല്ല 2000. 2000 രൂപ. ഓക്കെ. കമ്മല് ഓഫറിന് വാങ്ങിച്ചതാ. 49 ഇതിന്റെ ഒറിജിനൽ പ്രൈസ് അത്യാവശ്യം ഉണ്ട്. ഞാനൊരു 100 രൂപ. ഡ്രസ് ഇത് ഓഫറല്ല, ഇത് ഓഫറല്ല. ഡ്രസ് നല്ല രസമുണ്ട് കേട്ടോ. ഒരു 2500 അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ മൊത്തം കൂടെ എത്ര വരും? 14,000 രൂപ വരും. അത്ര 4000 രൂപ. ആള് വെറും ഒരു നമ്മുടെ കമ്പനി വൈബ് കേട്ടോ. അപ്പൊ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. നമസ്കാരം. നമസ്കാരം. ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുവോ? എൻ്റെ പേര് ഐശ്വര്യയാണ്. ഞാൻ മൗനരാഗത്തിലെ കല്യാണി കഥാപാത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുവാണ്. ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഈ ആത്മയിൽ വന്നതിനെ പറ്റി എന്തോ പറയാനുള്ളത്? ഞാൻ ലാസ്റ്റ് ഇയർ ആണ്, കുറച്ചും കൂടെ ഞാൻ ലാസ്റ്റ് ഇയർ ആണ് കാർഡ് എടുത്തത്. ഇത് 2ാമത്തെ വർഷമാണ് ഞാൻ ആത്മായ മീറ്റിംഗിലേക്ക് വരുന്നത്. വളരെ ഹാപ്പിയാണ്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? പ്രേക്ഷകരോട് താങ്ക് യു സോ മച്ച്. ഇത്ര വർഷമായിട്ട് 5-6 വർഷം ആവാൻ പോകുന്നു എനിക്ക് സപ്പോർട്ട് തന്നവർ. ഇനിയും സപ്പോർട്ട് തരണം. ഐ ലവ് യു സോ മച്ച് ആൾ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മളോടൊപ്പം ഉള്ളതൊരു പച്ച തത്തയോ സൗന്ദര്യമുള്ള. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. എന്താണ് ആത്മയെ പറ്റിയുള്ള ആത്മബന്ധം പറയാനുള്ളത്? ആത്മ ഇപ്പം ഞാനൊരു 5-6 ഇയേഴ്സ് ആയിട്ട് ആത്മയിലെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ മീറ്റിങ്ങിലും വരാൻ നോക്കുന്നു. ശരിക്കും ഒരുപാട് ആളുകൾ കൂടുന്നൊരു സംഘടനയാണല്ലോ ആത്മ. അപ്പൊ ഇന്ന് കണ്ടപ്പോൾ ഉള്ള സന്തോഷങ്ങൾ എന്തൊക്കെയാ പങ്കുവെക്കുന്നത്? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. കാര്യം നമ്മൾ എല്ലാവരും ഷൂട്ടിന്റെ ആ സ്ഥലത്ത് വെച്ച് കാണാറില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ മീറ്റ് ചെയ്യാറ്. എല്ലാവരെയും കാണുന്ന ഒരു സന്തോഷം. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ നമ്മൾ മൗനരാഗം സീരിയൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും പോട്ടെ എന്നാണ്. ഇനിയും പോട്ടെ, അടിച്ച് കയറി വരട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. മനുഷ്യന്മാരെ ഒറ്റ നോട്ടത്തിൽ കണ്ടിരുന്നു പോകും. എന്തോ ഇഷ്ടമാണ് ഈ വ്യക്തി എല്ലാവർക്കും. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? റഹീനാനസ്. അയ്യന. ഏത് സീരിയലിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ കനൽപ്പൂ ചെയ്യുന്നുണ്ട്. ചെമ്പനീർ പൂവില് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞോണ്ടോ ചിരിയ മീനെന്ന്? ഞാൻ കൂടുതൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ചിരി ഓൾറെഡി ഉള്ളതാ. ആരൊക്കെ ഉണ്ടാലും ചിരിക്കും. ഈ ചിരി വെച്ചോണ്ട് എങ്ങനെ നെഗറ്റീവ് റോൾ ചെയ്യാൻ പറ്റുന്നു? അതിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ നെഗറ്റീവാ. അപ്പോൾ ഞാൻ അത് തന്നെ ചെയ്യാൻ നിൽക്കോള്. ഇനിയിപ്പോൾ പോസിറ്റീവ് ക്യാരക്ടർ വന്നാലും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ചിരി നമ്മുടെ ഒരു നോർമലായിട്ടുള്ളതാണ്. നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു അഭിനയമാണ്. ആത്മീയമായിട്ടുള്ള ആത്മബന്ധം എത്ര നാളുകളായിട്ടുണ്ട്? ഇല്ല, ഞാൻ എൻ്റെ ആദ്യത്തെ ആത്മ മീറ്റിംഗ് ആണ്. സോ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഒന്ന് പങ്കിടാവോ? ആദ്യമായിട്ട് വരുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ TV കൂടെ ആയിരിക്കും കുറേ പേരെ കാണുന്നത്. പക്ഷെ നേരിട്ട് ഇതുവരെയും നമ്മൾ കണ്ടിട്ടും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരുമായിട്ട് പരിചയപ്പെടാൻ പറ്റി, ആത്മയുടെ ഒരു അംഗമാവാൻ പറ്റി. ഒരു കുടുംബത്തിൽ വന്ന ഒരു ഫീലാണ്. താങ്ക് യു സോ മച്ച്. ആത്മയിൽ ആവാൻ പറ്റിയതിൽ വളരെയധികം. ഇനി പുതിയുള്ള യാത്രകൾ എന്തൊക്കെയാണ്? പുതിയ യാത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമ ചെയ്യണം. മൈ ഫേവറേറ്റ്, മൈ ഡ്രീം എനിക്ക് സിനിമ ചെയ്യണമെന്നാണ്. ഇനി അതും ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സിനിമയിൽ എത്തുന്നത് എല്ലാം സാധിക്കും. ചെറിയൊരു ടാസ്ക് ഉണ്ട്. നമ്മൾ ഔട്ട്ഫിറ്റ് വർത്ത് എടുക്കുകയാണ്. അപ്പം ഈ സാരിയുടെ വില? ഈ സാരിയുടെ വില വന്നിട്ട് 2000 അടുപ്പിച്ച്. വാച്ച് ഫാസ്റ്റ് ട്രാക്കിന്റെ ആണ്. വന്നിട്ട് 3000 ആണെന്ന് തോന്നുന്നു. മാല വന്നിട്ട് ഇത് ഗോൾഡ്. അതിന്റെ റേറ്റ് പറയാൻ അറിയില്ല. കമ്മല് വന്നിട്ട് 299. 599. സോറി. അപ്പം ഇനി മുന്നോട്ടുള്ള യാത്രയിലും ആഗ്രഹിച്ചത് സിനിമയാണ്. ആ സിനിമയിലോട്ട് ഉടനെ എത്തപ്പെടട്ടെ. നമ്മൾ പ്രേക്ഷകർ എല്ലാ സപ്പോർട്ട് സ്നേഹവും എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് താങ്ക് യു. അടിച്ചു കയറുക. ഓക്കെ, ശരി. അതീവ സുന്ദരിയായി ജനഹൃദയങ്ങളെല്ലാം കീഴടക്കിയ ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഞ്ജലി ഹരി. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. പ്രൊഫഷണൽ ഡാൻസറും പാഷനായിട്ട് ആക്ടിങ്ങിൽ നിൽക്കണം. ഇപ്പം സീരിയൽ ചെയ്യുന്നത്. ഏത് സീരിയലൊക്കെ ചെയ്യുന്നത്? ഇപ്പോൾ ചെമ്പനീർ പൂ എന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ. അതെ. എന്ത് റോള്? അതില് നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല, നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള. അതെ, നല്ല ക്യാരക്ടറാണ്. ഒരുപാട് ചെയ്യാനുള്ളൊരു ക്യാരക്ടറാണ്. ഈ ആത്മയിൽ ആദ്യമായിട്ടാണോ വരുന്നത്? എത്ര വർഷമായിട്ടുണ്ട്? അല്ലല്ല, ഞാൻ 3 വർഷമായിട്ടുണ്ട് ആത്മയിലുണ്ട്. ആത്മയിലുണ്ട്. ആത്മീയമായിട്ടുള്ള ആത്മബന്ധം എത്രമാത്രം ഉണ്ട്? അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 3 വർഷമായി. പക്ഷേ ഈ ഒരു സംഘടന നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതിൽ നമ്മളൊരു കുടുംബമാണല്ലോ എല്ലാവരും. ഈ നമ്മൾ പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ ഗെറ്റ് ടുഗദർ വെക്കുന്ന ഫീൽ അല്ലേ ഇന്നത്തെ ദിവസം വന്നപ്പോൾ? അതെ അതെ തീർച്ചയായിട്ടും. ഈ ഒരു വർഷത്തിലൊരു ദിവസം ഉണ്ടല്ലോ, നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പം 3 വർഷമായിട്ടുണ്ട് ഞാൻ, എനിക്ക് ഒരു പ്രാവശ്യം മാത്രം എത്താൻ പറ്റിയില്ല, കാരണം ഷൂട്ടുണ്ടായിരുന്നു. ഞാൻ മൂവി ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ റിലീസാണ് ഇപ്പോൾ നെക്സ്റ്റ് മന്ത് അടുത്ത റിലീസാണ് അരികുതാന മൂവിയുടെ. അപ്പോൾ അതൊക്കെ ഷൂട്ടൊക്കെ ആയിട്ട് എനിക്ക് ഒരു പ്രാവശ്യം വരാൻ പറ്റിയില്ല. പക്ഷേ എന്നാ കൂടി ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതായത് ഇവിടെ ഈ ദിവസം വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ മാറ്റിവെക്കും തീർച്ചയായിട്ടും. അത് എവിടെ നിന്നാണെങ്കിലും ഞാൻ ഇവിടെ എത്തും. അതെ. ഓക്കെ, കാണുന്ന പ്രേക്ഷകരോട്, സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ള മറുപടി? എന്താ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സപ്പോർട്ട് തുടർന്ന് തരാം. അതെ തീർച്ചയായിട്ടും. ഈ സപ്പോർട്ട് ഇനി മുന്നോട്ട് ഇവരുടെയൊക്കെ സപ്പോർട്ടാണല്ലോ, പ്രേക്ഷകരുടെ സപ്പോർട്ടാണല്ലോ നമ്മളെന്തെങ്കിലും നിലനിർത്തുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ വന്ന് നിൽക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്നും ആ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എല്ലാവരുടെ സ്നേഹം കൂടി ഉണ്ടാവണം. മുന്നോട്ടുള്ള പ്ലാനുകൾ ഇനി എന്തൊക്കെയാണ്, പ്രൊജക്ടുകളൊക്കെ? മുന്നോട്ടുള്ള പ്ലാൻ തന്നെ നല്ല വർക്ക്സ് ചെയ്യണം, അതുപോലെ നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. എൻ്റെ കൂടെ മൈക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വെച്ചടി കയറ്റമാണ്. സ്വന്തമായിട്ട് പുകഴ്ത്തുന്നതാണോ? സ്വന്തമായിട്ട് അങ്ങ് പറയുക, പിന്നെ എനിക്ക് വേറെ ആരും പുകഴ്ത്താൻ വരും? അല്ല, ഇതുപോലെ ഉദാഹരണങ്ങളുണ്ടെങ്കിൽ എത്ര പേരുകളുണ്ട്, ഇന്റർവ്യൂ എടുത്ത കുറെ ആളുകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഇതിനൊരു മറുപടി ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഒന്ന് ഇരിക്കും. അതെ, ഇന്റർവ്യൂ കണ്ട വ്യക്തിയാണോ ഇപ്പൊ സംസാരിച്ചപ്പോ? അല്ല, ഇന്റർവ്യൂവിൽ കണ്ട പോലെയല്ല. അല്ല, പേടിക്കണ്ട. ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരിടുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടിച്ച് കയറി വാ മച്ചാനെ. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഒത്തിരി സന്തോഷം കാണാൻ കഴിഞ്ഞതിൽ. ഒന്ന് പരിചയപ്പെടുത്തുമോ നമ്മളെ? ഞാൻ ദിവ്യ യശോധരൻ. ഞാൻ ഇപ്പം ചെയ്യുന്നത് ഏഷ്യാനെറ്റിലെ ഏതോ ജന്മ കൽപ്പനയിൽ സ്വർണ്ണ സീരിയൽ ചെയ്യും. എന്താണ് ഈ ആത്മയെ പറ്റി പറയാനുള്ളത്? ആത്മ നമ്മുടെ സീരിയൽ എല്ലാവരും ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ്മ. അപ്പോൾ അതിലൊരു അംഗമാവാൻ പറ്റിയതിൽ ഏറ്റവും വലിയ ഭാഗ്യം. എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നു? ഞാൻ ആകെ ഇപ്പം ഇത് എൻ്റെ രണ്ടാമത്തേതാണ്. ഞാൻ ഇതിന് കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെയാണ്. മുന്നോട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാണ്? ഇനി തുടർന്ന് ഇങ്ങനെ അഭിനയിക്കണം. ഒരുപാട് ബന്ധങ്ങൾ എന്താ പറയാ, എല്ലാവരും പരിചയപ്പെടുന്ന ഒരു ഭാഗ്യമല്ലേ. നമ്മൾ ഒരുപാട്, ഞാനും ചെറുപ്പത്തിൽ സ്ക്രീനിൽ കണ്ട ഒരുപാട് മുഖങ്ങളാണ് ഇവിടെ വരുമ്പോൾ. അതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, എപ്പോഴും സന്തോഷമാണ് അത്. പിന്നെ കുറെ പേരായിട്ട് പരിചയമുണ്ട്, പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം അങ്ങനെ പരിചയമുണ്ട്. അപ്പൊ ഞങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ വെച്ചടി കയറ്റമായിരിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. അടിച്ച് കയറി വാ. ഓക്കെ. മഞ്ഞ ഡ്രസ്സിൽ സുന്ദരിയായി വന്ന സുന്ദരി, നമസ്കാരം. ആ സുന്ദരി ഒന്ന് പരിചയപ്പെടുത്ത. എൻ്റെ പേര് അർച്ചന കൃഷ്ണ. ഞാനിപ്പം നിലവിൽ സി കേരള മാംഗല്യം സീരിയൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഏഷ്യാനിൽ കാതോട് കാതോരം, സൂര്യയിൽ കന്യാദാനം, 3 പ്രോജക്റ്റ് ചെയ്യുന്നു. സീരിയലിലോട്ട് ഫസ്റ്റ് വന്ന ഒരു കാലുവെപ്പ് എങ്ങനെയായിരുന്നു? ഏത് ക്യാരക്ടറിലൂടെ വന്നേ? ഞാൻ ആദ്യം ചെയ്തത് മഴവിൽ മനോരമയിൽ ഭാഗ്യദേവത എന്ന് പറഞ്ഞ സീരിയലാണ്. ഒത്തിരി വർഷമായി. ഇപ്പം ഞാൻ ഇൻഡസ്ട്രി വന്നിട്ട് ഏകദേശം ഒരു 12 വർഷത്തിൽ കൂടുതലാവുന്നുണ്ട്. 12 വർഷത്തിന് മേളിലായി. ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നത്. ഈ ആത്മയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ആത്മയിൽ ഞാൻ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്യുന്നത്. അതെ, 1 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം ആത്മയിൽ വന്നപ്പോൾ ഈ വർഷം ആത്മയിൽ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു, കുറവായിരുന്നു? ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്. വർഷത്തിൽ ഒരിക്കലല്ല എല്ലാ ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് കാണാമെന്ന് വെച്ചാൽ തന്നെ ഭയങ്കര ഭാഗ്യം. ഇന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി വെക്കും. ഞാൻ മാറ്റി വെച്ചു. എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് തന്നെ. ഇതാണ് നമ്മുടെ സന്തോഷം. ഇത് തന്നെയാണ് സന്തോഷം. മുന്നോട്ടുള്ള പ്രൊജക്ടുകൾ എന്തൊക്കെയാ? മുന്നോട്ട് എനിക്ക് ഒരു തെലുങ്ക് വർക്ക് വരുന്നുണ്ട്. തെലുങ്കും കന്നഡയിലൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ ഈ കമ്മിറ്റ് ചെയ്ത വർക്ക് പെട്ടെന്ന് നമുക്ക് ഇട്ടിട്ട് പോകാം. തീർച്ചയായിട്ടും. അപ്പോൾ അതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിലോട്ട് കാല് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഈ സൗന്ദര്യം എന്ന് നിലനിൽക്കട്ടെ, അഭിനയം അടിച്ചടിച്ച് കയറി വരട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു.